ശ്രീ ബൈജു തിട്ടാല, സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലുള്ള ഈ വാദപ്രതിവാദങ്ങളും വരുന്നത്. അതിൽ കോൺട്രവേഴ്സി തിയറീസിന് സ്ഥാനമില്ല. വേണുഗോപാൽ എന്താണ് എനിക്ക് പറയാനുള്ളത്, ഞാൻ പറഞ്ഞത് ഈ തിയറി അല്ല ഞാൻ പറഞ്ഞത്. ഇത് ട്രംപിന്റെ ഏറ്റവും വലിയ ഉദ്ദേശം എന്തായിരുന്നു അറിയാമോ? ഈ IDF മൊസാദും എല്ലാം കൂടി ചേർന്ന് അയത്തുള്ള ഖമനി അടക്കമുള്ളവരെ തട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കി കാര്യം എളുപ്പമാകുമെന്നാണ് അദ്ദേഹം വിചാരിച്ചത്. അങ്ങനെയാണെങ്കിൽ 1975 മുമ്പുള്ള ആ ഒരു ഇറാനിൽ നിന്ന് എണ്ണ കിട്ടുന്നത് ഉൾപ്പെടെയുള്ള ഒരു വലിയ ഒരു സാധ്യത കൂടെയാണ് അമേരിക്ക കണ്ടുവച്ചിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ മിഡിൽ ഈസ്റ്റില് അവർക്ക് വലിയൊരു മേൽക്കൈ വരും. ആ മേൽക്കൈയാണ് അവർ ഉദ്ദേശിച്ചത്. അവരുടേതായ ഒരു രാഷ്ട്രം പോലെ അവിടെ ഒരു പാവ ഗവൺമെന്റിനെ കൊണ്ടുവരിക, എന്നിട്ട് അവിടെ ഹാർവെസ്റ്റ് ചെയ്യുക, അമേരിക്കയ്ക്ക് വേണ്ടി നാണയങ്ങൾ അല്ലെങ്കിൽ എണ്ണ ഹാർവെസ്റ്റ് ചെയ്യുക. ശരിയാണ്, ഒരു പാവ ഗവൺമെന്റിനെ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. പക്ഷെ അത് വിജയിക്കുമെന്ന് തോന്നിച്ചിരുന്നു തുടക്ക സമയത്ത്. പക്ഷെ പിന്നീട് അത് ഉണ്ടായില്ല. ശ്രീ ബൈജു തിട്ടാല, ഇതില് കേരള ഡൽഹി പറഞ്ഞതിനോട് എനിക്ക് പൂർണ്ണമായ വിയോജിപ്പാണ് കേട്ടോ. ഈ October 7 കോട്ട് ചെയ്യുന്നത് തന്നെ എനിക്ക് യുദ്ധം ജയിക്കാനുള്ള ഒരു തന്ത്രമാണ് അവർ പ്രയോഗിച്ചത്. ഈ October 7 കോട്ട് ചെയ്യാന്ന് പറയുന്നത് തന്നെ ലൈക്ക് ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമായിട്ട് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിരിക്കുന്നത്. കാരണം അതായത് ഈ ഗാസയിൽ കൊന്നും മരിച്ചു വീണ ആളുകളുടെ കണക്ക് October 7 മുമ്പ് എടുത്തു. അല്ല സർ, മറക്കാൻ പറ്റുക സർ? ഞാൻ ഗാസയെ കുറിച്ച് പറഞ്ഞപ്പോ October 7 നമുക്ക് എങ്ങനെ മറക്കാൻ പറ്റുക സർ? അതെങ്ങനെ മറക്കാൻ? ഞാൻ October 7 ചെയ്തത് അവര് ചെയ്ത് ശരിയാണെന്നല്ല ഞാൻ പറയുന്നത്. It is condemnable, not acceptable, and I completely disagree with that. But having said that, അതല്ല അതിന്റെ ട്രിഗർ. ഞാൻ ഈ കേംബ്രിഡ്ജിൽ ഈ October 27 മുമ്പ് ഗാസയിൽ കൊല്ലപ്പെട്ട ആളുകൾക്ക് വേണ്ടി സമരം നടത്തിയിട്ടാണ് ഈ കേംബ്രിഡ്ജിൽ. അന്ന് കൗൺസിലറാണ് ഞാൻ. ഈ October 7 മുമ്പാണ്. ഒറ്റ സെക്കൻഡ് ചെറിയ ക്ലാരിഫിക്കേഷൻ വിത്ത് യുവർ പെർമിഷൻ സർ. ശരി, ഞാൻ പറഞ്ഞു സർ, ഈ ഒരു വാർ, ഇപ്പൊ നടക്കുന്ന വാർ പഴയ ഇഷ്യൂസിനല്ല. ഈ ഒരു വാറിന് അങ്ങനെ ഐസൊലേറ്റ് ചെയ്യാൻ പറ്റില്ല സുഹൃത്തെ. അതൊരു ക്രൈസിസ് ആണ്, അതൊരു പൊളിറ്റിക്കൽ ക്രൈസിസ് ആണ്. അതിനെ നമുക്കൊരു പാട്ട് എടുത്ത് മാറ്റി വെച്ച് അവിടെ ചർച്ച ചെയ്ത് മുമ്പോട്ട് പറ്റില്ല. ആളുകൾ എന്തോരം മരിച്ചു വീണിരിക്കുന്നത് ഗാസയില്. അങ്ങോട്ട് ഫുഡ് അങ്ങോട്ട് എന്തിന് ഭക്ഷണം പോലും പോകാൻ സമ്മതിക്കില്ലാത്തൊരവസ്ഥയിലായിരുന്നു. മരിച്ചുപോയ പിള്ളേരുടെയും കുട്ടികളുടെയും അവരുടെ മുഴുവൻ മരണം, ആ മരണത്തിനെ നമുക്ക് ഉപേക്ഷിച്ചേക്കാം. അങ്ങനെ പറഞ്ഞില്ല ശ്രീ ബൈജു തിട്ടാല, അങ്ങനെ പറഞ്ഞില്ല. ഗാസയിലെ ആക്രമണം അപലപനീയമെന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ അതിനു മുൻപുള്ള October 7 ഒരു ക്ലാരിഫിക്കേഷൻ സർ, ഗാസയിൽ നടന്നത് ഒട്ടും ശരിയല്ല എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതിനകത്ത് യാതൊരു സംശയമില്ല. പക്ഷെ ഗാസയിൽ എന്റെ ആർഗ്യുമെന്റ് ഇത്രയും മാത്രമേ ഉള്ളൂ. നമുക്ക് ഈ മിഡിൽ ഈസ്റ്റ് ക്രൈസിസ് എന്ന് പറയുന്നത് ഈ October 7 മാത്രം ഇങ്ങനെ എടുത്ത് മാറ്റി വെച്ചേച്ച് ബാക്കിയൊക്കെ കട്ട് ചെയ്ത് ചർച്ച ചെയ്യാൻ പറ്റില്ല. ഇല്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനല്ല പറയുന്നത്. ഞാൻ പറയുന്നത് ഇത്രേ ഉള്ളൂ. October 7 ട്രിഗർ എന്നുള്ളൂ, മാത്രമേ ഉള്ളൂ. ഈ ദിസ് ക്രൈസിന്റെ ട്രിഗർ സ്റ്റാർട്ടഡ് ഫ്രം No, you cannot. You cannot isolate that and debate. The whole issue has to be put on debate. അല്ലാതെ അത് മാത്രം മാറ്റിയെടുത്ത് ചെയ്യാൻ പറ്റത്തില്ല. എന്റെ വീട്ടിൽ കയറുന്നല്ലേ കുഴപ്പമില്ല, എന്റെ അയലോക്കത്തെ വീട്ടിൽ കയറുന്നല്ലേ കുഴപ്പമൊന്നും ചർച്ച ചെയ്യാൻ പറ്റില്ല. സോ ഇറ്റ് വാസ് എ ക്രൈസിസ്. പിന്നെ ഇത് ഡൊണാൾഡ് ട്രംപ് ചെയ്തതാണ്. ഗ്രീൻലാൻഡ് വരും എന്ന് പറഞ്ഞില്ലേ, അവിടെ നമ്മുടെ വെനസ്വേലയിൽ കയറി പിടിക്കാൻ പോയിട്ട് ആരും പുള്ളിയുടെ ഐഡിയ ആയിരുന്നു, അജണ്ട ആയിരുന്നു എന്ന് പറയുന്നു. എന്റെ വളരെ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഇതങ്ങ് നിർത്തിയാൽ പോരെ. കേരള ഡിന്നി പറയുന്ന ലെറ്റ് മീ കൺസീഡ്, കേരള ഡിന്നി പറഞ്ഞു ഞാൻ അംഗീകരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്നെ ഈ പുള്ളി കൊണ്ട് പിടിച്ചിന്റെ കൊണ്ട് ഇട്ടതാണ് കേട്ടോ. പുള്ളിയുടെ ഇൻട്രസ്റ്റ് ആയിരുന്നു, എന്റെ ഇൻട്രസ്റ്റ് അല്ലായിരുന്നു. പുള്ളി നിർത്താൻ പറഞ്ഞു, ഞാൻ തല്ലി നിർത്തി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പറഞ്ഞ ഞാൻ അടിക്കുന്നല്ലേ പറഞ്ഞേ. ഇന്റർനാഷണൽ പൊളിറ്റിക്സ് വാച്ച് ചെയ്യുന്ന ഒരാൾക്ക് വളരെ കൃത്യമായി മനസ്സിലാവുന്ന ഒരു കാര്യം, ഞാൻ ഇതുവരെ കേരള ഡെന്നിയുടെ ഒരു വ്യൂ ഞാൻ ഇതുവരെ എങ്ങും കേട്ടിട്ടില്ല. അതായത് ഈ നമ്മുടെ നെതന്യാഹുവിനെ അവിടെ കൊണ്ടുപെടുത്തിയത് ഡൊണാൾഡ് ട്രംപാണ്. അതല്ല, ശരിക്കും പറഞ്ഞാൽ നെതന്യാഹു ഇതൊക്കെ റിസർച്ചിൽ പുറത്തു വന്നിട്ടുള്ള കാര്യങ്ങളാണ്. നെതന്യാഹു ഇതിനു മുമ്പുണ്ട ഒരുമാതിരിപ്പെട്ട എല്ലാ അമേരിക്കൻ പ്രസിഡന്റുമാരെയും ഇതിന്റെ അകത്ത് കൊണ്ടിടാൻ ശ്രമിക്കുകയായിരുന്നു. അവരെല്ലാം ഉള്ള ബുദ്ധിപൂർവ്വം സക്സസ് ആയി. അതൊരു കോൺട്രവേഴ്സി തിയറി ആണെന്നാണ് ഡിന്നി പറയുന്നത്. ഡിന്നിയുടെ നിലപാട് അതൊരു കോൺട്രവേഴ്സി തിയറി എന്നാണ്. ഒറ്റ മിനിറ്റ് ഞാൻ ഒരു കാര്യം പറയട്ടെ സർ, അതിനകത്ത് ഞാൻ ക്ലാരിഫൈ ചെയ്യാം. ഇസ്രയേലിന്റെ താല്പര്യങ്ങൾ ഡെഫിനറ്റ്ലി നോക്കും, അതിനകത്ത് യാതൊരു സംശയമില്ല. അവരുടെ അതിന് മുമ്പ് പല പ്രാവശ്യം ഇസ്രയേൽ ഓൾവേസ്, ഇപ്പൊ ഒബാമയുടെ സമയത്ത് പോലും ഇസ്രയേൽ ഇറാനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. അതിനകത്ത് അത് എനിക്കറിയാം. പക്ഷെ ഒബാമ എഗ്രി ചെയ്തില്ല. എന്തുകൊണ്ട് എഗ്രി ചെയ്തില്ല? ഒബാമയുടെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ US ഇൻട്രസ്റ്റ്
പക്ഷെ ഡൊണാൾഡ് ട്രംപ് എന്നുള്ള വ്യക്തി ഹൂ ഇസ് ലുക്കിംഗ് ഫോർ ഗ്ലോറി, ആ ഗ്ലോറിയുടെ കാര്യത്തിൽ കൊണ്ടാണ് അദ്ദേഹം നേരത്തെ വേണുഗോപാൽ സാർ പറഞ്ഞ പോലെ അദ്ദേഹം അവരുടെ ഇൻട്രസ്റ്റ് നോക്കി. എന്താണ് ഇൻട്രസ്റ്റ്? അവർക്ക് അവിടുന്ന് ഓയിലിന് കിട്ടുന്നത്. വെനസ്വേല എന്തിനാണ് പോയത്? വെനസ്വേലയിൽ ഒരു പപ്പറ്റ് ഗവൺമെന്റ് അല്ലേ അവിടെ നിൽക്കുന്നത് ഇപ്പം. അങ്ങനെ ഒരു കാര്യം, അതായത് അത് ഡൊണാൾഡ് ട്രംപിന് എത്രമാത്രം സ്റ്റേറ്റ്മെന്റ്സ് വന്നു. അതായത് ഹീസ് വെരി ഗുഡ് ടു മീ, ഇപ്പോഴത്തെ സുപ്രീം ലീഡറെ കുറിച്ചാണ് പറഞ്ഞത്. വെരി നൈസ്, വി ഗെറ്റ് അലോങ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.